ഫോൺ ചോർത്തലിൽ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പി വി അൻവർ സമാന്തര ഭരണ സംവിധാനമാണോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. IPS ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്താൻ ആരാണ് അധികാരം അൻവറിന് നൽകിയതെന്നും ഹൈക്കോടതി ചോദിക്കുന്നു. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ പി വി അൻവറിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ കേസിൽ എന്താണ് കോടതി അൻവറിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്? മനു, അതായത് ഈ രാഷ്ട്രീയ നേതാക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ താൻ ചോർത്തി എന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഉണ്ടായിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാരിന് കോടതി എന്ന് നോട്ടീസ് അയക്കുകയും അന്വേഷണം നൽകുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഇന്ന് കോടതിയെ സർക്കാർ അറിയിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ കൃത്യമായി തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് എന്നും പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കോടതി പറഞ്ഞത് തെളിവുകൾ സർക്കാർ പോലീസ് ശേഖരിക്കണം, കണ്ടുപിടിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഇപ്പോ കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, അൻവറിനെതിരെ കടുത്ത വിമർശനം കോടതി നടത്തുകയും ചെയ്തു. അൻവർ ഈ IPS ഉദ്യോഗസ്ഥരെയും മറ്റും ഫോൺ കോളുകൾ ചോർത്താൻ ആരാണ് അൻവറിന് ഒരു സമാന്തര ഭരണ സംവിധാനമാണോ എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. IPS ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്താൻ ആരാണ് അൻവറിന് അധികാരം നൽകിയത്? അൻവർ എന്ത് അധികാരത്തിലാണ് ഈ ഇത്തരം സമാന്തര ഭരണ സംവിധാനം കൊണ്ടുപോകുന്നത്? ആരാണ് അൻവറിന് അധികാരം നൽകിയത്? തുടങ്ങിയ ചോദ്യങ്ങൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി അവസാനമായി നൽകിയ ഒരു നിർദ്ദേശം, ഫോൺ ചോർത്തലിന് ഹർജിക്കാരന്റെ പരാതി, ആ പരാതി DGP നേരിട്ട് പരിഗണിക്കുക, അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതായത് ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോലീസിന് ഇനി പോകേണ്ടി വരുന്ന സാഹചര്യം അല്ലേ? തീർച്ചയായും അതിൽ DGPയെ തന്നെ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. DGP തന്നെ നേരിട്ട് കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. രണ്ട് പാർട്ടാണ് അതിലുള്ളത് ഇന്നത്തെ കോടതി നടപടികളിൽ. ഈ ഹർജി കോടതി പരിഗണിച്ചിട്ട് സർക്കാർ പോലീസ് വ്യക്തമാക്കിയത് തെളിവില്ലാത്തത് കൊണ്ട് കേസന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലായിരുന്നു കോടതി അറിയിച്ചത്. അപ്പോഴാണ് കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞ് DGPയോട് അന്വേഷിക്കാൻ പറഞ്ഞത്. മറ്റൊന്ന്, അൻവറിനെതിരെ ഉയർത്തിയ വിമർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് അൻവർ ഈ രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും IPS ഉദ്യോഗസ്ഥരുടെ വരെയും ഫോൺ കോളുകൾ ചോർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അയാൾക്ക്, ഈ അൻവറിന് ആരാണ് അതിന് അധികാരം നൽകിയത്? അൻവർ എന്താ സമാന്തര ഭരണ സംവിധാനമായാണോ പ്രവർത്തിക്കുന്നത്? അൻവർ കാണിച്ചു വച്ചിരിക്കുന്നത് ഏറ്റവും വലിയ നിയമവിരുദ്ധതയാണ് എന്ന് വളരെ സ്പഷ്ടമായി ഹൈക്കോടതി പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും ഈ ഹർജിക്കാരന്റെ ആവശ്യം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ദേശവിരുദ്ധമായ ഘടകങ്ങളുണ്ട്. ഒന്ന്, രണ്ട്, മറ്റുള്ള ഫോൺ ചോർത്തലിൽ നിയമപരമായ മറ്റനവധി ഘടകങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് വിഷയങ്ങളിലും, രണ്ട് പ്രശ്നങ്ങളിലും അൻവർ ചെയ്തത് കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ അന്വേഷണം വേണം എന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. അതിനോട് ഒപ്പം നിന്ന് തന്നെയാണ് കോടതിയുടെ പരാമർശങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.